പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം തുടരും എന്ന സിനിമ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞെങ്കിലും തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനോടൊപ്പം ചെത്താൻ ഒരു ചിത്രത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും തുടരും എന്ന ചിത്രത്തിൻ്റെ ഇന്നലത്തെ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇത് 71,25,00,000 കടന്നിരിക്കുന്നു എന്നാണ് സന്തോഷകരമായ വാർത്ത. 5,15,00,000 രൂപയായിരുന്നു ഇന്നലെ കിട്ടിയത്. അങ്ങനെ എല്ലാ ദിവസവും 5 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടുന്ന ചരിത്ര സംഭവത്തിലേക്കും തുടരും എന്നത് ഇത്ര മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. 71,25,00,000 തുടരും എന്ന ചിത്രം തിങ്കളാഴ്ച ദിവസവും കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച കാണുന്നു. കർണാടകത്തിൽ നിന്ന് 6,61,00,000 കളക്ട് ചെയ്ത ചിത്രം തെലുങ്കാനയിൽ നിന്ന് 2,75,00,000, തമിഴ്നാട്ടിൽ നിന്ന് 3,37,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,62,00,000 നേടിയ ചിത്രം ഇന്ത്യയിൽ നിന്നും ഒട്ടാകെ 87,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 170 കോടിയോളം ഈ ചിത്രം കളക്ട് ചെയ്തതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ തുടരും എന്ന ചിത്രത്തിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്രം 100 കോടി മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് മാറുമോ? മലയാളത്തിൽ നിന്ന് മാത്രം, കേരളത്തിൽ നിന്ന് മാത്രമായി ഈ ചിത്രം 100 കോടി നേടുമോ എന്നാണ് എല്ലാവരും നോക്കി കാണുന്നൊരു സംഭവം. അത് നിശ്ചയമായിട്ടും 100 കോടി കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തിങ്കളാഴ്ച 2-3 ചിത്രങ്ങൾ റിലീസ് ആകുന്നുണ്ടെങ്കിലും അതൊന്നും തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ ബാധിക്കത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, തുടരും എല്ലാം മിക്കവാറും ദിവസങ്ങളിലെല്ലാം 5 കോടിക്ക് മുകളിൽ കളക്ട് നേടുന്നുണ്ട്. ഇപ്പം ഏകദേശം 71-25,00,000, ബാക്കി 28 കോടിക്ക് അടുത്ത് മതി. 28 കോടിക്ക് മുകളിൽ മതി തുടരും 100 കോടിയിലേക്ക് കടക്കാൻ. എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൊണ്ട് തന്നെ തുടർച്ചയായിട്ട് 5 കോടി റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. ആവറേജ് 5 കോടി കിട്ടുന്നുണ്ട്. 4.5 കോടി ആയാലും 5 കോടി ആയാലും 4 കോടി ആയാലും ഇത് ഈ ആഴ്ച ഇങ്ങനെ തന്നെ പോകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയോടെ ഈ ചിത്രം 100 കോടി കിടക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമയായി മാറും. കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി കിടക്കുന്ന ആദ്യത്തെ സിനിമയായി തുടരും എന്ന ചിത്രം മാറാനുള്ള സാധ്യത ഒരു ചരിത്ര വിജയത്തിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കണം, അല്ലേ? തുടരും 100 കോടി നേടിയില്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും വേറെ ഒരു ചിത്രം 100 കോടി നേടാൻ ഉള്ള സാധ്യത കുറവാണ്. ഏതായാലും ഇൻഡസ്ട്രി ഹിറ്റ് 2018-ൻ്റെയും എമ്പുരാൻ്റെയൊക്കെ കളക്ഷൻ മറികടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ 200 കോടി എന്ന് കടക്കും. അതും ഞായറാഴ്ചത്തോടെ 200 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഏകദേശം 170 കോടിയിലേക്ക് കടന്നിരിക്കുന്നു ചിത്രം എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോഴും ആവറേജ് ഒരു 10 കോടിക്കടുത്തുള്ള തുക സംഘടിപ്പിക്കാൻ തുടരും എന്ന ചിത്രത്തിന് ഇപ്പോഴും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ 200 കോടി കടക്കും. തുടരും നമ്മുടെ എമ്പുരാനെ മലർത്തിയടിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കണം. തിയേറ്ററിൽ നിന്ന് എമ്പുരാൻ നേടിയത് 60 കോടിയാണ്. 65 കോടിയാണ് നേടിയത്. അത് മറികടക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നല്ലേ? തുടരുമെന്ന ചിത്രം, ചെറിയൊരു ചിത്രം, ചെറിയ ബഡ്ജറ്റ് ഇറങ്ങിയ ചിത്രം, കോടികൾ രജപുത്ര ഫിലിംസിന് നേടിക്കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പം ലാലേട്ടൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. അപ്പം റെട്രോയുടെ സംബന്ധിച്ചുള്ള വാർത്തകൾ, നിരാശപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. റെട്രോ ഇന്നലെ വളരെ കുറഞ്ഞ കളക്ഷനാണ് നേടാൻ പറ്റിയത്. റെട്രോയ്ക്ക് വേൾഡ് വൈഡായിട്ട് 78 കോടി മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. ഓവർഫിഫിൽ നിന്ന് 23 കോടി 10 ലക്ഷവും, ഇന്ത്യയിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യയും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം കൂടെ 54 കോടി 90 ലക്ഷം മാത്രമേ ഇത് കണക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇന്നലത്തെ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയായിരുന്നു. ഏകദേശം 3 കോടിക്കടുത്തുള്ള തുകയാണ് ഇന്നലെയും കളക്ട് ചെയ്തത്. അങ്ങനെ സൂര്യയുടെ ചിത്രം ഒരു വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ചിത്രം ഇറങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. അത് ഈ തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ
സൂര്യയുടെ ചിത്രം മമ്മൻ പരാജയത്തിലേക്ക് തേടുമ്പോൾ ഒരു കൊച്ചു ചിത്രം വമ്പൻ കുതിപ്പിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ഇന്നലെയും 2,68,00,000 രൂപയോളം നേടിയ ചിത്രം ഏകദേശം 17 കോടിയിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നത്. വലിയ മുടക്കുമുതലില്ലാതെ ശശികുമാർ എന്ന് പറയുന്ന ഒരു നായകനെ കൊണ്ടുവന്ന് നിർമ്മിച്ച ചിത്രം സൂര്യ ചിത്രത്തിനേക്കാൾ മികച്ച വിജയം നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സിനിമയെന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഹിറ്റ് 3 എന്ന് പറയുന്ന ചിത്രം, ഹിറ്റ് 3യുമായിട്ട് സംബന്ധിച്ച് അവരുടെ ഔദ്യോഗിക കളക്ഷനൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ വളരെ താഴെയാണ് ഇതിൻ്റെ ട്രാക്കർമാർ നൽകുന്ന കണക്കുകൾ. ഏകദേശം 88-90 കോടിക്ക് അടുത്തുള്ള തുക ഈ ചിത്രം സമാഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ ഹിറ്റ് 3 നാനി ചിത്രത്തിൻ്റെ ഔദ്യോഗിക കണക്കുകൾ വരട്ടെ എന്ന്. ഇപ്പോഴും ആവറേജ് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. റെയ്ഡ് 2 എന്ന് പറയുന്ന അജയ് ദേവ്ഗണിൻ്റെ ചിത്രം 100 കോടി കടന്നു എന്നുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. കാരണം ഇന്നലെയും 7.5 കോടി രൂപയോളം ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവർസീസിൽ നിന്ന് 15 കോടി, ഇന്ത്യയിൽ നിന്ന് 93 കോടി 65 ലക്ഷം രൂപയും, അങ്ങനെ 108 കോടി 65 ലക്ഷം രൂപയാണ് അജയ് ദേവ്ഗണിൻ്റെ ചിത്രം നേടിയിരിക്കുന്നത്. അജയ് ദേവ്ഗണിൻ്റെ ചിത്രം ഒരു വമ്പൻ വിജയത്തിലേക്ക് നീങ്ങുന്നു ഉള്ള കാഴ്ചയുമാണ് നമ്മൾ പങ്കുവെക്കാറുള്ളത്. ഇതൊക്കെയാണ് തുടരും എന്ന ചിത്രത്തിനും ബാക്കിയുള്ള ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ. ഇനി ഇപ്പോഴത്തെ ടിക്കറ്റ് നിലവാരം നോക്കാം. ചൊവ്വാഴ്ച തുടരും എന്ന ചിത്രം മികച്ച കളക്ഷൻ തന്നെ നേടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നുകൊണ്ട് 75 കോടി ടച്ച് ചെയ്ത് 76-77 കോടിയിലേക്ക് ചെന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വേൾഡ് വൈഡായിട്ട് നമ്മളൊരു 175 കോടിക്കടുത്ത് 70 കോടിക്ക് മുകളിലുള്ള തുകയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ മണിക്കൂറിലെ ടിക്കറ്റ് നിലവാരം നോക്കിക്കഴിഞ്ഞാൽ 7,970 ടിക്കറ്റ് വിറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് നമ്മുടെ തുടരും എന്ന ചിത്രമാണ് ഇന്ത്യൻ സിനിമയിലെ ഒന്നാമത്തെ സിനിമയായി മാറിയിരിക്കുന്നത്. റെട്രോ എന്ന് സിനിമ പറഞ്ഞ കളക്ഷനെപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പനയും വളരെ കുറവാണ്, 1,790 ഹിറ്റ് 2,660 ടിക്കറ്റാണ് വിറ്റ് പോകുന്നത്. ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം ഞാൻ പറഞ്ഞില്ലേ പടിപടിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. 3,700 ടിക്കറ്റ് ഇത് വിറ്റ് മാറുന്നുണ്ട് മണിക്കൂറിൽ. റെയ്ഡ് 2 എന്ന് പറയുന്ന ചിത്രമാണ് തുടരും ചിത്രത്തിൻ്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 5,760 ടിക്കറ്റ് വിറ്റ് മാറുന്നുണ്ട്. അങ്ങനെ എല്ലാ ചിത്രങ്ങളിലെ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. ഇനി ഇറങ്ങാൻ പോകുന്ന ഈ മെയ് 8-9 തീയതികളിൽ ധാരാളം മലയാള സിനിമകൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പലരും നമ്മളോട് കമൻ്റായിട്ടൊക്കെ ചോദിച്ചു പുതിയ സിനിമയെപ്പറ്റി എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള. അതുമായിട്ട് നമ്മുടെ അഭിപ്രായമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. ഓക്കെ, ബൈ.